ചിന്തയെന്ന് വന്ന് ഇടിമിന്നലും മഴയും പെയ്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വേഗം റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചോ മോനെ ഇടിമിന്നലും നോക്കി. അപ്പം എൻ്റെ ചിന്തയിൽ വന്നു അപ്പോൾ ഇടിമിന്നലിനാണ് ഇവർ കൂടുതൽ പേടിപ്പിക്കണം. അപ്പോൾ ശരിക്കും ഇതല്ലേ, അപ്പോൾ പ്രപഞ്ചമല്ലേ? അങ്ങനത്തെ ചിന്തയൊക്കെ എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ ആലോചിച്ചു എന്തായാലും ഈ ജാതിമതം പലരും പല പോലെയാണെങ്കിൽ ഇതിനൊക്കെ വലിയൊരു പവർ ഇവിടെ ഉണ്ട്. ഈ പവർ എനിക്ക് കിട്ടിയെങ്കില എന്നുള്ള മൈൻഡിൽ അത് അതെ. അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് അതിനുള്ള വിവരമുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കും മരത്തിൻ്റെ പൊക്കത്ത് കയറിയിട്ട് ഈ എനർജി എനിക്ക് പറ്റണം. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ ബെന്നിയാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സാറ് മജീഷ്യനാണ്, ഒരുപാട് ബിസിനസ് എക്സ്പേർട്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിസിനസ് ട്രെയിനർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പേർട്ട് എന്നോ ഒക്കെ പറയാം, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. മെന്ററാണെന്ന് പറയാം. ബിസിനസ് മെന്റർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ യൂണിവേഴ്സൽ പവർ ട്രെയിനറാണ്. അത് നമുക്ക് അതിലേക്ക് ഒരുപാട് വരാം. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി, അതായത് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തി, അപ്പം യൂണിവേഴ്സുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അല്ലെ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിൽ ആ പവർ അധിഷ്ഠിതമാണ്. അപ്പം അത്രത്തോളം ശക്തി നമ്മളിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പം മാജിക് എന്ന് പറയുന്നത് തന്നെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പവറാണ് അല്ലേ. മറ്റുള്ളവരെ ഒരുപാട് നമ്മളിലേക്ക് ആകർഷിക്കാനും മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാനും അതിന് കഴിവുണ്ട്. അപ്പം സാറിൻ്റെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടായാലും പല മേഖലകളിലായാലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ആ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ജീവിത അനുഭവങ്ങളാണ് സാറിനെ ഈ ഒരു പവർ കിട്ടാനായിട്ട് സഹായിച്ചത്. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്? ഇതിലേക്ക് ഞാൻ ആയി വരുന്നതായിരുന്നു, കാരണം പ്ലാൻ ചെയ്തിട്ടായതല്ല. ഇപ്പം മാഡം പറഞ്ഞല്ലോ യൂണിവേഴ്സായിട്ട് കൂടുതൽ പവർ ആർജിക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളും മാഡവും ഞാനും നിരവധി മനുഷ്യരും അല്ലെങ്കിൽ നമ്മളുടെ ഗ്രഹങ്ങളും സൗരയൂഥം അങ്ങനെ എല്ലാം ചേർന്നാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ പ്രപഞ്ചശക്തി നമ്മളിലുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ യൂണിവേഴ്സായിട്ട് ശരിക്കും കണക്റ്റഡാണ്. പക്ഷെ കണക്റ്റഡ് ആണെങ്കിലും നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. പക്ഷെ ചില വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. ചിലർ കുറച്ച് കൂടുതലായിട്ട് മെന്റലി പവർഫുൾ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശക്തിമത്തായിട്ട് തോന്നും. അവരെങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു, അവരെ കൊണ്ട് എങ്ങനെ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു അല്ലേ. എത്രയോ കാര്യങ്ങൾ പലരും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കൊക്കെ വിജയിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവർക്കും വിജയിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെ ആവശ്യം, അത് എല്ലാ മേഖലയിലും. അപ്പോൾ അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? തീർച്ചയായിട്ടും. അപ്പോൾ മാഡം പറഞ്ഞു വരുന്നത് റൈറ്റ് തന്നെയാണ്. കാരണം കണക്റ്റഡ് ആണ്, പക്ഷേ റിസൾട്ട് പോസിറ്റീവ് അല്ല. ഭൂരിപക്ഷം മനുഷ്യർക്കും റിസൾട്ട് നെഗറ്റീവാണ്. അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫില്ല. അവരെന്തെങ്കിലോട്ട് പോകും, ബിസിനസ് ആണെങ്കിലും ജീവിതത്തിലാണെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നു. ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്. അങ്ങനെ മനുഷ്യരെ നോക്കുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകണം, ഇവർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് പോസിറ്റീവ് റിസൾട്ടാണ് രീതിയിലോട്ട് കൺവേർട്ട് ആകണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനായിത്തീർന്നത് മാഡം നേരത്തെ പറഞ്ഞ പോലെ നിരവധിയായ ജീവിത പ്രശ്നങ്ങളിലൂടെ ബെന്നി എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയിലുള്ള മനുഷ്യൻ ഇല്ലാണ്ടാണ് അവസ്ഥയിലെത്തി. അതായത് നിരവധിയായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഭയങ്കര ഡീറ്റെയിൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല ആൾക്കാർ. അതായത് വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ പട്ടിണിയും ദാരിദ്ര്യമായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതത്തിലെല്ലാം. കഷ്ടപ്പാടും ദുരിതങ്ങളായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയും പണക്കാരനാണോ എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രം എൻ്റെ മൈൻഡിലുള്ള കുട്ടിക്കാലത്ത്. എന്തിന് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ മതിലിൽ പെയിൻ്റ് അടിക്കുന്ന ജോലിക്ക് പോകും. കാരണം സ്കൂൾ തുറക്കുമ്പോൾ ഒന്നുമില്ല വാങ്ങിക്കാൻ. പിന്നെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ബുക്കിൽ തന്നെയാണ് നോട്ട്സ് എഴുതണം. അപ്പോൾ പുറത്ത് നിർത്തും ക്ലാസ്സിൽ. അതിൻ്റെ പറഞ്ഞ് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ അച്ഛനും വരില്ല. അച്ഛനൊക്കെ ഒരു വയ്യാത്ത ആളാണ് അന്നേരമൊക്കെ. അമ്മ വീട്ടു ജോലിക്ക് പോകണതാണ്. അപ്പോൾ അവിടെ സ്കൂളിൽ പുറത്ത് നിൽക്കൽ മാത്രമേ ഉള്ളൂ, ആരും വരൂല്ല. കാരണം ടീച്ചേഴ്സ് പോലെ കൺസിഡർ ചെയ്യാറില്ലല്ലേ. ഇല്ല, ആ സമയത്ത് അവർ 2-3 ദിവസം ഇതുപോലെ പുറത്ത് നിർത്തി ആരും വരാണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ കൂടെ പൊട്ട. അതായത് വീട്ടുകാർക്ക് വേണ്ടായിട്ട് പറഞ്ഞു വിടുന്ന ഒരാളായിട്ടാണ് അവർക്ക് തോന്നണം. നമ്മളുടെ ഡീപ്പായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഒരിക്കലും പുറത്തേക്ക് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അന്നൊക്കെ പറയുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഫുഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ പോയി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പൈപ്പിൽ വെള്ളമുണ്ട്, അത് കുടിച്ചിട്ട് വരും, ഹോട്ടലിൽ പോയി കഴിച്ചെന്ന് പറഞ്ഞു വരും. പിന്നെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അതൊക്കെ ഓർമ്മയിലേക്കാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രദറാണുള്ള, അനിയനുണ്ട്. അപ്പോൾ 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ പീസിൻ്റെ ഒരു കറി കിട്ടും അവിടെ ഒരു ഹോട്ടലിൽ. 50 പൈസക്ക് കിട്ടുമെന്ന്. അത്രയും ആ കുട്ടിക്കാലത്തുള്ളതാണ് ഞാൻ പറയണം. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ 50 പൈസ കൊടുത്ത് കിട്ടുന്ന ഒരു നമ്മൾ ചായ കുടിക്കുന്ന ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ ഈ ഗ്രീൻ പീസ് കറി. അപ്പോൾ അനിയനും എനിക്കും കൂടി അത് രണ്ടായിട്ടാണ് ഈ ആഴ്ചയിൽ 3 ദിവസം 2 ദിവസം ചോറ് തന്നെ.
അപ്പോൾ നമ്മൾ പോയിട്ട് ഏതെങ്കിലും അതിൻ്റെ മൂലക്ക് വീഴും. കാരണം നല്ല ഈ ഗ്രീൻ പീസ് കറി നമ്മൾ ഒരു ഉരുള പിടിച്ചിട്ട് അതിൻ്റെ ഒരെണ്ണം വെച്ചാൽ പോലും പറ്റത്തില്ല. ഇന്ന് ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അന്ന് അത് വലിയ വേദനയാണ്. കാരണം ഞാൻ ഇത് ആരും കാണരുത്. അതുപോലെ കുട്ടികൾ നമുക്കറിയാലോ ഈ കോൺ ഐസ്ക്രീം ഉണ്ടെന്ന് 25 പൈസ കൊടുത്താൽ കിട്ടും. അപ്പോൾ ആ ഐസ്ക്രീം എല്ലാ പിള്ളേരും മേടിച്ചാലും നമുക്ക് അതിന് പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ഐഡിയ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അണ്ണനായിരിക്കും വിൽക്കണം. അണ്ണാച്ചിടത്ത് പറഞ്ഞു, അണ്ണ ഞാൻ ഐസ്ക്രീമിൻ്റെ കോൺ വേഗം എടുത്തു തരാം, അപ്പോൾ പെട്ടെന്ന് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ അണ്ണൻ തന്നെ ഇത് ഓരോന്ന് എടുത്തിട്ട് വേണ്ട കൊടുക്കാൻ. അങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വേഗം അങ്ങനെ എടുത്തു കൊടുക്കും. അപ്പോൾ അണ്ണൻ വേഗം ഐസ്ക്രീം കൊടുത്ത് അണ്ണ അവസാനം ആകുമ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ബെല്ലടിക്കണവരെ ഞാൻ നിൽക്കണം. ബെല്ലടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ഐസ്ക്രീം പറഞ്ഞാൽ ഫ്രീ തരും. അത് ഫ്രീ കിട്ടാനാണ് ഞാൻ ഈ ഐഡിയ പറയുന്നത്. എനിക്കൊരു ഐസ്ക്രീം തന്നാൽ ഞാൻ എടുത്ത് തരാമെന്ന് പറയും. അപ്പോൾ എല്ലാവരും മേടിച്ച് ബെല്ലടിച്ച് കഴിയുമ്പോഴേ തരുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ ടീച്ചർ പിണങ്ങും, എവിടെ പോയിച്ച്. അപ്പോൾ ഞാൻ പറയും ഞാൻ പുറത്ത് യൂറിൻ പാസ് ചെയ്യാൻ പോയിച്ചു എന്ന് പറയുമ്പോൾ, ഇല്ല ടീച്ചറെ അവനവിടെ അണ്ണാച്ചിയുടെ കൂടെ ഐസ്ക്രീം വെക്കാൻ പോയതാ. അങ്ങനത്തെയൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോയി. അങ്ങനെ സ്കൂൾ കാലഘട്ടം എല്ലാം അങ്ങനെയായിരുന്നു ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഞാൻ ഫെയിൽഡാണ്. അതിനപ്പുറത്തേക്ക് പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല, ഒന്നുമില്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ ഞാൻ ചിന്തിച്ചത് എനിക്ക് പണക്കാരനാവണമെങ്കിൽ ഞാൻ എന്ത് പഠിച്ചാൽ ഞാൻ പണക്കാരനാവും. ആ ചിന്തയായിരുന്നു എനിക്ക്, എന്ത് പഠിച്ചാൽ പണക്കാരനാവും. അങ്ങനെ ചിന്തിച്ച് മനുഷ്യൻ്റെ ശാസ്ത്രം പഠിച്ചാൽ പറ്റൂലേ, അങ്ങനത്തെ ചിന്ത വന്നു. പക്ഷെ അതിന് മുമ്പേ മാഡം പറഞ്ഞ പോലെ മാജിക്കിലോട്ടൊരു കമ്പം തോന്നി. അത് ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. മാജിക്കിൽ കമ്പം തോന്നിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്നൊക്കെ കല്യാണങ്ങൾ നടക്കുന്നത് ഈ വീടുകളിൽ തന്നെയാണ്, പന്തലൊക്കെ കെട്ടി. ഇന്നത്തെ പോലെ ഓഡിറ്റോറിയം ഒന്നുമില്ല. അപ്പോൾ അവിടെ തലേ ദിവസം പാട്ട്, ഇപ്പോൾ അലക്സാറ് പാട്ടൊക്കെ പാടില്ല നന്നായിട്ട്. അപ്പോൾ അതുപോലെ പാട്ട്, കൂത്ത്, ഡാൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എപ്പോഴും ഗതികെട്ട ആൾക്കാരായതുകൊണ്ട് നമ്മളെ ആരും അംഗീകരിക്കില്ല, നമുക്കൊരു വിലയുമില്ല. നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് വിളിക്കണേ. അപ്പോൾ അവിടെ നമുക്കൊരു സ്ഥാനമില്ല, നമ്മളൊരു ഗിഫ്റ്റും കൊടുക്കില്ല, നമുക്ക് നിവൃത്തിയില്ല. കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച ചെല്ലുകൂടാ, ഫുഡ് കിട്ടില്ല, അങ്ങനെ നമുക്കൊരു വിലയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ആലോചിച്ച് എൻ്റെ വീട്ടുകാർക്ക് എനിക്കൊരു കല്യാണത്തിന് ഒരു വില കിട്ടണം, അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയെന്നാണ്. അന്നും മനസ്സിൽ പണോ, പക്ഷേ ഈ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, അങ്ങനെ ചിന്തയെന്ന് എനിക്ക് വന്നാണ് മാജിക്ക്. അപ്പം അന്നിങ്ങനെ ലാലുലില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബുക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ മാജിക്കിൻ്റെ ട്രിക്കൊക്കെ ഇങ്ങനെ അങ്ങനെ വായിച്ച് ചില ഈ ഇതിനകത്ത് പറയുന്ന എക്യുപ്മെൻറ്റ്സ് ഞാൻ ഉണ്ടാക്കും, എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കും. അത് വായിച്ചാലൊന്നും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കിതിനോട് ഭയങ്കര താല്പര്യം ഇതുകൊണ്ട് എക്യുപ്മെൻറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കും ഇങ്ങനെ. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പിന്നെ ബെന്നി കല്യാണത്തിന് വരുമ്പോൾ ബെന്നിയുടെ മാജിക്കിൻ്റെ സാധനമൊക്കെ കൊണ്ടുവന്നോട്ടാ. അപ്പോൾ ശരിക്കും പാട്ട് പാടിയാലും ഡാൻസ് കളിച്ചാലും ഞാൻ 2-3 മാജിക് കാണിക്കുമ്പോൾ അവിടെ ഞാൻ ആളായി. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം വിളിക്കുമ്പോഴത്തോട് വിലയായി. അങ്ങനത്തെ മൈൻഡിലാണ് അതിനോട് കമ്പം തോന്നിയത്. പിന്നീട് അങ്ങനത്തെ ഇതായി. പിന്നീട് എനിക്ക് പണം ഉണ്ടാക്കണമെന്നുള്ള മൈൻഡിൽ തന്നെ എങ്ങനെയും 18 വയസ്സാകണം, അതിനുള്ളിൽ എന്ത് പഠിച്ചാൽ പറ്റുമെന്നുള്ള ചിന്തയെന്നാണ് മനുഷ്യൻ്റെ ശാസ്ത്രം. അതായത് മനഃശാസ്ത്രം പഠിച്ചാൽ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ ഈ സൈക്കോളജിയുടെ പുറകെ പോകണം. അന്നെന്ന് പറയുമ്പോൾ അത് പഠിക്കാനുള്ളതില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് നല്ലൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആളിൽ നിന്ന് എങ്ങനെയും കാല് പിടിച്ച് അതിൻ്റെ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബേസിക് കുറേ പാഠങ്ങൾ കിട്ടുമല്ലോ. ആ ഒരു മൈൻഡിൽ അത് തന്നെ ചിന്തയിലായിരുന്നു. അത് തന്നെ ഞാനിപ്പോഴും പറയുന്നത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് ആവുമെന്ന് പറയണത് അന്ന് അതുപോലെയാണ്. ഊണി ഉറക്കത്തിൽ ഇങ്ങനെ ഒരാളിലേക്ക് എത്തണമെന്നുള്ള ചിന്ത ഇന്നും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ അന്നെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും പൊക്കമുള്ള മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ പ്രപഞ്ചമാണ് ഏറ്റവും വലിയ ശക്തി, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായി. കാരണം എന്താ പറയുക, ഞാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ജാതി മതത്തിന് ഇതായിട്ട് പറഞ്ഞില്ല, എല്ലാ ജാതിയും മതവും എല്ലാം വിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അന്നേരം ഈ പട്ടിണിയും ദാരിദ്ര്യം വന്നപ്പോഴും ഞാൻ ചിന്തിച്ചേ ഞങ്ങളുടെ ദൈവമൊക്കെ എന്താണ് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞാനപ്പോൾ വേറെ ഹിന്ദുവിൽ പോകണോ മുസ്ലിം ഏതായിരിക്കും നല്ലത്, അന്ന് ചിന്തിക്കണം. അവർക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തയെന്ന് വന്ന് ഇടിമിന്നലും മഴയും പെയ്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് വേഗം റൂമിലിരുന്ന് പ്രാർത്ഥിച്ചോ മോനെ ഇടിമിന്നലും നോക്കി. അപ്പം എൻ്റെ ചിന്തയിൽ വന്നു, അപ്പോൾ ഇടിമിന്നലിനാണ് ഇവർ കൂടുതൽ പേടിപ്പിക്കണം. അപ്പോൾ ശരിക്കും ഇതല്ലേ, അപ്പോൾ പ്രപഞ്ചമല്ലേ, അങ്ങനത്തെ ചിന്തയൊക്കെ എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ ആലോചിച്ച് എന്തായാലും ഈ ജാതിമതം പലരും പല പോലെയാണെങ്കിൽ ഇതിനൊക്കെ വലിയൊരു പവർ ഇവിടെ ഉണ്ട്. ഈ പവർ എനിക്ക് കിട്ടിയെങ്കിൽ എന്നുള്ള മൈൻഡിൽ അത് അതെ. അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് അതിനുള്ള വിവരമുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കും മരത്തിൻ്റെ പൊക്കത്ത് കയറിയിട്ട് ഈ എനർജി എനിക്ക് വരണം, ഇങ്ങനെ ഒരു പവർ വരണം. ശരിക്കും ഇപ്പോഴും നമ്മൾ മാനിഫെസ്റ്റിങ്ങോ അല്ലെങ്കിൽ അഫർമേഷനെ കുറിച്ച് അറിയണം. അതറിയാത്ത കാലത്ത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ശക്തി വരട്ടെ ശക്തി വരട്ടെ ശക്തി വരട്ടെ എന്ന് പറയും. എന്നിട്ട് ഒരു കട്ടിലിൻ്റെ കാലിൻ്റെ ഒരു അഴിയുണ്ട്, ആദ്യം എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് വരട്ടെ വരട്ടെ എന്ന് പറയും. ഇത് ഡെയിലി ചെയ്യുമായിരുന്നു ഞാനിങ്ങനെ. അതൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ ഒരു അഫർമേഷൻ നടക്കണതാണ് അവിടെ ഡെയിലി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ ബൈ ചാൻസ് ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് രാജൻ മാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി, എൻ്റെ ഗുരു. അദ്ദേഹമാണ് എന്നെ പ്രൊഫഷണലായിട്ടുള്ളൊരു മാജിക് പഠിപ്പിക്കുന്നത്. മജീഷ്യൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ ചെന്നപ്പോഴാണ് ഇതെല്ലാം തികഞ്ഞ ആൾ, സൈക്കോളജിസ്റ്റാണ്, മെസ്മറിസും ഉണ്ട്, ഹിപ്നോട്ടിസും ഉണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞ് ഈ ഏജിൽ ഇതൊന്നും പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മാജിക് ഓക്കെ,
ഞാൻ പിന്നെ സാർ അത് അങ്ങനെ പറയരുത്, എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ എങ്ങനെ സാർ പഠിപ്പിക്കണം. അല്ല അതിനൊരു 21 വയസ്സെങ്കിലും ആകണം. ബെന്നിയുടെ ഈ 15 വയസ്സിലൊന്നും നടക്കൂല. നമ്മൾ സാർ 21 വയസ്സില്ല, അതിനും മേലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എനിക്കെങ്ങനെ ബോധ്യപ്പെടും, കാരണം ഇത്ര ഏജിലുള്ള ഒരാൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ മൈൻഡിന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ വരാം എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കണം സാർ. ഞാൻ കരഞ്ഞി. അപ്പോൾ മുമ്പിൽ അദ്ദേഹത്തിന് കരഞ്ഞു. എനിക്ക് ജീവിക്കാൻ വേറെ ഇല്ലാണ്ടാണ്, എനിക്ക് എങ്ങനെയും എൻ്റെ കുടുംബത്തിന് ഇതാക്കണം. അപ്പോൾ ഇതൊക്കെ പഠിച്ച് എനിക്ക് പറ്റുന്നൊരു ഉറപ്പുണ്ട് സാർ. അങ്ങനെ പറഞ്ഞപ്പോൾ ശരി, എന്നാൽ മൈൻഡ് അത്രയും കരുത്തുള്ള ആളായിരിക്കണം, അതിന് എനിക്ക് സ്ട്രോങ് ആയുള്ള മൈൻഡാണെന്ന് എനിക്ക് തോന്നണം. അതിന് ബെന്നി ചെയ്യേണ്ട ഞാൻ റിപ്പോർട്ട് ചെയ്യണ അന്ന് ആത്മഹത്യകൾ അങ്ങനെയുള്ള ഈ റെയിൽവേ ട്രാക്കിൽ അതൊക്കെ ഉണ്ട്, പുള്ളിയുടെ അടുത്താണത്. അപ്പോൾ അത് പോയി ബെന്നി കാണണം എന്ന് പറഞ്ഞു. മനക്കരുത്തുണ്ടാന്ന് നോക്കണം. ഞാനെന്തും അതായത് ട്രെയിനിൽ തല വെച്ച് അങ്ങനെ മരിക്കല്ലോ, അതെല്ലാം പുള്ളി റിപ്പോർട്ട് ചെയ്യും. ഞാനത് പോയി കണ്ടിട്ട് പുള്ളിക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്യണം. അത് കണ്ട് പുള്ളിക്ക് ബോധ്യം വന്നു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവന് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കണം. ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് സാറേ എന്ന് പറഞ്ഞു. എനിക്ക് അത്ര ആവശ്യം, ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കണം, ഞാൻ അത്രയും ആഗ്രഹിച്ച സാധനത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ സാറിനെ കൈവിടരുന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ പുള്ളിക്ക് എന്നോട് അലിവ് തോന്നിയിട്ടാണ് പുള്ളി പഠിപ്പിക്കണം. പക്ഷെ അതിൽ മെസ്മറിസം ഹിപ്നോട്ടിസം ഒക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. പക്ഷേ സൈക്കോളജി മാത്രം ഞാൻ ചിന്തിച്ചത് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രമാണെന്ന് പറഞ്ഞിരുന്നത്. അത് സായിപ്പിൻ്റെ ആയതുകൊണ്ട് കുറ്റം പറയാനില്ല. നമ്മളുടെ ഈ കേരളത്തിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ആ സൈക്കോളജിക്കൽ മെത്തേഡ് അതേപടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ്, ഇവിടുത്തെ ബിസിനസ്സുകാരും അതിൻ്റെ ഒക്കെ സംസ്കാരമൊക്കെ വ്യത്യാസമോ അതെങ്ങനെ ശരിയാവും എന്നുള്ള ചിന്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യർ എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ എന്നുള്ള ചിന്തയാണ് 3 വർഷം ഞാൻ മാറ്റി വെക്കണം ലൈഫിൽ. അന്നേരം ബെന്നിക്ക് വട്ടാണെന്ന് ആൾക്കാർ പറയുമായിരുന്നു, കാരണം ഞാൻ ഈ സ്റ്റഡി മൈൻഡിലുള്ള ലൈഫാണ്. ആ 3 വർഷത്തെ ലൈഫിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആൾക്കാരോട് ഡീൽ ചെയ്യണമെങ്കിൽ എങ്ങനെ ഒരാളെ നമ്മളെ ഇതാക്കുക എന്നുള്ളത് ആർജിച്ചെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാനീ പറഞ്ഞ പോലെ ഒരു 3 വർഷത്തോളം ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു. 19 വയസ്സിൽ ഡിസൈനറായിട്ട് കയറി. ചിത്രകലയിൽ ഡിപ്ലോമയുണ്ട്. അവിടെ കുറേയധികം ജോലിക്കാരൊക്കെ എൻ്റെ താഴെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ കുറേ ബിസിനസ്സിൻ്റേതായ ഐഡിയാസൊക്കെ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു ചിട്ടി കമ്പനി, ഡെയിലി ഫണ്ടാണ് ആദ്യം തുടങ്ങിയത്. ഡെയിലി കുറി നമ്മൾ 10 രൂപ വെച്ച് ഡെയിലി അടക്കണത്. പിന്നെ അത് ചിട്ടിയായി വളർന്ന് പിന്നീട് അതിൽ നിന്ന് പണം പലിശ കൊടുക്കലായി. പിന്നെ അഡ്വർടൈസിങ് ഏജൻസി, ഫുഡ് പ്രൊഡക്റ്റ് സപ്ലൈ, അങ്ങനെ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി. അപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ തുടങ്ങി. ഈ ആ പട്ടിണിപ്പാവം എന്ന് പറയുന്ന ആളിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര ഇമേജുള്ള എനിക്ക് 22 വയസ്സുള്ളപ്പോൾ എൻ്റെ കൂടെ PA ഉണ്ട്. എസ്കോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഇറക്കിയത്. അതായത് ഇന്നത്തെ ഐഡിയ. ആ ഇറക്കിയപ്പോൾ തന്നെ ഒരാവശ്യമില്ലാണ്ട് ഇത് വാങ്ങി. അതായത് എൻ്റെ ലൈഫ് സ്റ്റൈലപ്പോൾ മാറിക്കഴിഞ്ഞു. ഞാൻ ആ ഇല്ലായ്മയെന്ന് വന്ന പാവം ബെന്നി എന്നുള്ള മാറിയിട്ട് അഹങ്കാരിയായ ബെന്നി ആയി. കാരണം പൈസ വന്നു കഴിഞ്ഞപ്പോൾ പൈസ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് പറയണ പോലും മേഡം ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ എന്ന നിലയിലാണ് പറയണത്. അതായത് എങ്ങനെ യൂണിവേഴ്സൽ പവറിലേക്ക് വന്നു എന്നുള്ള ആ അഹങ്കാരത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏതൊരാളിലും, അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ്, നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത്. കാരണം അപ്പം നമുക്ക് കോൺഫിഡൻറ്റ് കൂടും, ഞാൻ വിജയിക്കും, ഞാൻ പോണ ട്രാക്ക് കറക്റ്റാണ്. ഈ സമയത്ത് നമ്മളിൽ കള്ളം കയറി ശ്രദ്ധിച്ചില്ലേ, കള്ളം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് കയറും, അഹങ്കാരം കയറും. അപ്പം നമ്മളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മളുടെ ആ ഡെവലപ്മെൻറ്റിന് അധികം ആയുസ് ഉണ്ടാവില്ല. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കാരണം എനിക്ക് ഈ 22 വയസ്സിൽ PA വന്നപ്പോൾ ഒരാവശ്യമില്ലാത്തതാണ്. ഈ ഇല്ലായ്മയെന്ന് വന്നപ്പോൾ ഈ അല്പന അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറയില്ലേ, അതുപോലത്തെ ലൈഫ് സ്റ്റൈലായി. എനിക്കൊന്നുണ്ടെങ്കിൽ അത് 10 ഉണ്ടെന്ന് കാണിക്കുന്ന ലൈഫ് സ്റ്റൈലായിരുന്നു. ഞാൻ പറഞ്ഞു ഈ മൊബൈൽ ഫോൺ ഒരാളും വിളിക്കാനില്ല. എസ്കോട്ടൽ എന്ന് പറയുന്ന കമ്പനി ഇറക്കുമ്പോൾ മോട്ടറോള എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൊബൈൽ ഫോണാണെന്ന് ലോഞ്ച് ചെയ്തേക്കണം. അതിന് അന്നത്തെ കാലത്ത് തന്നെ 25,000 കൊടുക്കണം. ഇന്ന് എനിക്ക് 50 വയസ്സുണ്ട്. എനിക്ക് 22-23 വയസ്സുള്ള ഏകദേശം ഏജാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ മേടിച്ചാണ് ഞാൻ പറയുന്നത്. അന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ 11 രൂപ കട്ടാവും ഒരു മിനിറ്റിന്. ഇത് ആവശ്യമില്ലാണ്ട് ഒരു കല്യാണ ഫംഗ്ഷൻ പോകുമ്പോൾ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 പേർക്ക് 10 മിനിറ്റ് ഇടപെട്ട് വിളിക്കണമെന്ന് പറയും ഞാൻ പോണ ടൈമിൻ്റെ ഇടയിൽ. അല്ലേ, അപ്പോൾ ഇത് ഉണ്ടെന്ന് കാണണ്ടേ. അപ്പം അന്ന് ആൾക്കാർ പറയണത് സെല്ലുലാർ ഫോൺ. അപ്പോൾ വിളിക്കുമ്പോൾ സെൽഫോൺ എന്നൊക്കെ, ഇപ്പം മൊബൈൽ എന്നുള്ള പേരിന് പോലെ അതായിരുന്നു. അപ്പം ഈ കിണി വെല്ലടിക്കുമ്പോൾ കല്യാണ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിച്ച്. കാരണം അവിടെ കോടീശ്വരനായിട്ടുള്ള ആൾക്കാർ കല്യാണത്തിന് വന്നിട്ടുണ്ടാവും, പക്ഷെ അവരുടെ കയ്യിൽ ഇതില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കുമ്പോൾ ഞാൻ ഹലോ എന്തായി MRFൻ്റെ ടയർ എത്ര അവിടെ ഇറക്കി? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. 2 ലോഡ് ഇറക്കണമെന്ന് പറഞ്ഞാൽ 2 ലോഡ് ഇറക്കണം. വെറുതെ പറയണേ. ഞാനിതൊരു ഉൾപ്പില്ലാണ്ട് പറയുന്നത് പറഞ്ഞാൽ ബെന്നി എന്ന് പറഞ്ഞ ആളില്ല ശരിക്കും. അപ്പോൾ അങ്ങനത്തെ ലൈഫ് സ്റ്റൈലായിരുന്നു. അവിടെ നിന്ന് ഞാൻ അഹങ്കാരിയാണ് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കണം, അഹങ്കാരം എന്ന് പറയുന്നത് മാത്രം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോണ ട്രാക്കിൽ നമ്മളുടെ അഹങ്കാരിയാണ് നമ്മൾ പോലും അറിയില്ല. മറ്റുള്ളവർക്കും ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നെ പ്രത്യക്ഷത്തിലും അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ ലൈഫ് സ്റ്റൈലായിരുന്നു. തിരിച്ചറിഞ്ഞത് ഇതിന് മാറണം എന്നുള്ളത് തീർച്ചയായിട്ടും അവസ്ഥയിൽ നിന്ന്, അതായത് ഞാൻ അഹങ്കാരിയായി മാറി, അല്ലെങ്കിൽ പൈസ വന്നു, സമൂഹത്തിലൊരു വില വന്നു, ഇതൊക്കെ വിട്ടിട്ട് ഇതൊന്നും അല്ല ജീവിതം തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? തിരിച്ചറിഞ്ഞത് മാഡം, ഞാൻ ഭയങ്കര ഹൈ ഇമേജിൽ ജീവിക്കുന്ന ഒരാളായി.
അങ്ങനെ ആളായി കഴിഞ്ഞ് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലായി. ഞാനിങ്ങനെ പറയാം, എൻ്റെ ചിന്തകൾക്ക് പോലും മണി വാല്യൂ ആണ്, നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞൊക്കെ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലായി. അപ്പോൾ എന്തോരം അഹങ്കാരി, കൊമ്പൊക്കെ മുളച്ച അഹങ്കാരത്തിൽ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ സ്കൂട്ടർ സഞ്ചരിക്കുമ്പോൾ ഒരു ബസ് വന്ന് എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഇടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞ് പീസായിപ്പോയി. ഈ കൈ വലത്തെ കൈ ഒടിഞ്ഞ് പീസാ ശരി. പിന്നെ ഒരു പരിക്കുകളോടെ ഞാനൊരു കിടപ്പില്ല 5-6 മാസം. ആ ഇടിയോടുകൂടി ഞാൻ മരിച്ചു പോകുമെന്ന് പ്രചരിച്ചു പബ്ലിക്കിൻ്റെ ഇടയിൽ. കാരണം അത് വലിയൊരു അടി തന്നെയായിരുന്നു. ആ സ്കൂട്ടർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഇടിയിൽ തന്നെ മരിച്ചതെന്ന് വിചാരിക്കും, അതുപോലത്തെ ആയിരുന്നു. പക്ഷെ മരിച്ചില്ല. പക്ഷേ ആ കിടപ്പിലായ സമയത്ത് ചിട്ടി കമ്പനിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് സംശയം വന്നു, ഞാൻ രക്ഷപ്പെടുമോ ഇല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത പരിസരത്തുള്ളവർ കോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തവർ എന്നെ കണ്ടിട്ടുള്ളൂ. ബാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്തേക്കാണ് പോകണം കളക്ഷൻ, അവരെൻ്റെ അടുത്തോട്ട് വരില്ല. അല്ലെങ്കിൽ ജോലിക്കാരുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുത്തി ബെന്നി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, കുറേ ശത്രുക്കളുണ്ട്. അപ്പോഴാണ് എനിക്ക് ഞാൻ ഇത്ര അഹങ്കാരി ആയതുകൊണ്ടാണ് ഇത്ര ശത്രുക്കൾ വന്നത്. അപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞു വരുത്തി ബെന്നി മരിച്ചു പോയി, എത്രയും പെട്ടെന്ന് പൈസ പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിരവധി ആൾക്കാർ ഒന്നിച്ചു വന്നു പൈസ ചോദിക്കാൻ. അങ്ങനെ ഉണ്ടായ പൈസ എല്ലാം കുറേ ആൾക്കാർക്ക് കൊടുത്തു. ബാക്കി 200-ന് മേലെ ആൾക്കാർ അവശേഷിച്ച് കൊടുക്കാൻ പറ്റാതെ അങ്ങനെ അവശേഷിച്ചപ്പോൾ അന്ന് ഞാൻ കല്യാണവും കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്, എൻ്റെ ഇടയിൽ 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അപ്പോൾ അന്നൊരു കുട്ടിയുണ്ട്. അങ്ങനെ എനിക്ക് ദുരഭിമാനിയായി മാറി. അത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ മുമ്പിൽ ഓശാനിച്ച് നിന്നവർ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് നിന്നവരെല്ലാം എന്നെ വന്ന് അസഭ്യം പറയുന്നു. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റാണ്ട് ശരിക്കും പറഞ്ഞാൽ നാട് വിട്ടു പോയി. നാട് വിട്ട് പോയത് ശരിക്കും തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്താണ് ഞാൻ നാട് വിട്ടു. എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നാട് വിട്ട് പോണ തിരുവനന്തപുരത്ത് എന്താണെന്ന് മജീഷ്യൻ മുതുകാടിൻ്റെ മാജിക് ഗ്രൂപ്പിൽ ചേരാൻ ഉണ്ടെങ്കിൽ കറങ്ങി കിടക്കാം. കാരണം മുതുകാടായിട്ട് എനിക്ക് അത്ര പരിചയമില്ല, പക്ഷേ മാനേജറായിട്ട് പരിചയം ഉണ്ടായി. അപ്പോൾ ഞാൻ മജീഷ്യനായതുകൊണ്ട് എനിക്ക് അസിസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എക്സ്പേർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്കൊരാൾ പൈസ തരാണ്ടെന്ന് വൈഫിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞുകൊണ്ട് വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നാട് വിടണം. ആ സമയത്തൊക്കെ എൻ്റെ തറവാട്ടിൽ നിന്ന് പറയാൻ വാടകയ്ക്ക് ആട്ടുണ്ടായി. കാരണം ആൾക്കാരെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് വാടകയ്ക്ക് പോണ അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഭീകര പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് അവകാശം പറഞ്ഞു, പുള്ളി പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു നീ ആത്മഹത്യ. അപ്പോൾ ഞാൻ പോകണം എന്നാൽ ഇറങ്ങി. അത് ഞാനിന്ന് അത് പറയണം, എൻ്റെ ഫാദറിനെ ഇതാക്കി പറയണില്ല. ആ ഒരു അവസ്ഥയിൽ ഞാനാണെങ്കിൽ ചിലപ്പോൾ അതിന് മോശമായിട്ട് ചെയ്തേനെ. കാരണം അത്ര ശല്യമായി ജനങ്ങളെ കൊണ്ട്. ഫാദറൊക്കെ അസഭ്യം കേൾക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബ്രദർ ഇപ്പോഴും ഓൾറെഡി റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം. ബ്രദർ അന്നുണ്ട്, പക്ഷേ അവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 4 സെൻറ്റ് സ്ഥലവും ഒരു വീടാണ്, ഒരു കോളനി ആയിരുന്നത്, ഗവൺമെൻറ്റിൽ നിന്ന് വെറുതെ കിട്ടിയത്. എന്നാലും ഞാൻ എൻ്റെ അവസ്ഥയിൽ എൻ്റെ കൊച്ചാപ്പൻ്റെ സപ്പോർട്ടോടുകൂടി ചെന്ന് ഇങ്ങനെ എന്തെങ്കിലും തങ്ങുമെന്ന് പറയുമ്പോൾ അത് തരാൻ പറ്റിയ അവസ്ഥയിലല്ല. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആരും വിചാരിക്കണില്ല ഞാൻ ഇത്രയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുന്നത്. ആൾക്കാർ വിചാരിക്കുമ്പോൾ ഞാൻ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾ, പക്ഷേ ഇത്രയും പൊട്ടനാണെന്ന് ആരും ചിന്തിക്കണില്ല. കാരണം ഇത്രയും മണ്ടത്തരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു വെച്ചാൽ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നാട് വിട്ട് ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ വന്നു. മുതുകാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അദ്ദേഹം 1 മാസത്തെ ഗൾഫ് ഷോയ്ക്ക് പോയേക്കണേ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു നിസ്സാരം പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞൊരു ലോഡ്ജ് മുറി എടുത്ത്, ഈ തേച്ചിട്ട് പോലുമില്ല, അത്രയും കുറഞ്ഞത് അതേ ഉള്ളു. ആ ഒരു കുടിസ് മുറി എടുത്ത് അന്ന് രാത്രി ഞാൻ ആലോചിച്ച് ഈ ഫാൻ ഇങ്ങനെ കറങ്ങണേ. അപ്പോൾ ആലോചിച്ച് ഈ ഫാനിൽ അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ അതൊക്കെ വരെ ചിന്തിച്ച്. പക്ഷെ അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കണ ആ സമയത്ത് വാതിലിന് മുട്ടിയാരും തുറന്നു നോക്കിയപ്പോൾ റൂം പോയി. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് സാർ എന്തെങ്കിലും മേടിക്കണോ, പേസ്റ്റോ ബ്രഷോ വല്ലതും ഒക്കെ മേടിക്കണോ എന്ന് ചോദിച്ചു. കാരണം ഞാനൊരു രാത്രിയായ സമയത്താണ് റൂം എടുക്കണം. ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ വന്ന് മുട്ടി അത് പറഞ്ഞപ്പെട്ടെന്ന് നോർമൽ മേലോട്ടായി. ആത്മഹത്യയുള്ള മൈൻഡ് പോയി. അന്നേരം അതിൻ്റെ ഒരു ജ്വരം കയറി വന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നു, അത് പോയി. പിറ്റേ ദിവസം ഞാൻ ആലോചിച്ചു എൻ്റെ കയ്യിൽ ഈ 500 രൂപ 500 രൂപ തീർന്ന് ഞാൻ പോയി തെണ്ടണം. അങ്ങനെ ഞാൻ 500 രൂപക്ക് ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് കുറേ പേഴ്സും പേനയൊക്കെ മേടിച്ചു. എന്നിട്ട് ഒരു പേഴ്സ് മേടിച്ചാൽ ഒരു പേന ഫ്രീ എന്നും പറഞ്ഞ് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലും ആൾക്കാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. ഒരു പേഴ്സ് മേടിച്ചാൽ ഒരു പേന ഫ്രീ. അങ്ങനെ അത് വളരെ പൈസ കുറച്ചാണ് വിറ്റത്. അപ്പോൾ എനിക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരു 10-300 ലാഭം കിട്ടണമെങ്കിലായി. അപ്പോൾ ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ ഐറ്റം മാറ്റി, അടുത്ത ദിവസം ഐറ്റം മാറ്റി. അങ്ങനെ 3-4 ദിവസം ഐറ്റം മാറ്റി ഇവിടെ ശ്രദ്ധയായി ആൾക്കാർ. ഈ കച്ചവടം ചെയ്യണ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അവിടെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം മറ്റുള്ള കച്ചവടക്കാർക്ക് ഒരു ഭീഷണിയായ ശൈലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന് റേറ്റ് കുറവ്, ഞാൻ ചിന്തിക്കുന്ന വോളിയം കൂടുമ്പോൾ ലാഭമില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ വന്നിട്ട് നീ എവിടെ ഏതാടാന്ന് ചോദിച്ചു. കുറച്ച് ഗുണ്ടകളെ പോലെ കുറച്ച് ആൾക്കാർ വന്നു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സീസൺ കച്ചവടമാണ്. അപ്പോൾ പറഞ്ഞു സീസൺ കച്ചവടം എവിടെ നിൻ്റെ വീട്? ഞാൻ എറണാകുളം. ഇവിടെ തിരുവനന്തപുരംകാരുണ്ട് കുറേ ജീവിക്കണവർ. നീ ഇടയ്ക്ക് വന്നിട്ട് ഈ സീസൺ കച്ചവടം ചെയ്യുമ്പോഴേ ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടിക്കണം. നീ വിൽക്കണ വില MRP വില ഭയങ്കര ചീപ്പായിട്ട്. പിന്നെ പേന ഫ്രീ, മറ്റേത് ഫ്രീ, 3 പല്ലിയാക്കണം, ബ്രഷ് 10 രൂപ. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ വെക്കണം, 3 ബ്രഷ് 10 രൂപ. ഇതൊക്കെ വിളിച്ച് ലാഭം കിട്ടി. നല്ല ലാഭം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ കടം വീട്ടാനുള്ളൊരു മാർഗമാണല്ല എന്നുള്ള ചിന്ത വന്നു. പക്ഷെ അത് ഓടിയില്ല. ഇവർ പറഞ്ഞ് നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുവരും പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള മൈൻഡിൽ പിന്നെ 3 സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് പോയി.
അവിടെ കുറേ ആൾ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നാട്ടിൽ അറിഞ്ഞു ആൾക്കാർ. കാരണം ഞാൻ വൈഫിനോട് പറഞ്ഞേക്കണത് ഒരാൾ പൈസ തരാണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയേക്കണം. അവർക്ക് അതൊന്നും അറിയില്ല. അവിടെ ഫേമസ് ആയി ബെന്നി മുങ്ങി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഈ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന റിസോർട്ടിൽ അവിടുത്തെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. പക്ഷേ ആൾ നാട്ടിൽ നിന്നല്ല വന്നേക്കണം, അതുകൊണ്ട് എൻ്റെ സംഭവം അറിഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ അറിഞ്ഞിട്ട് അയാൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് എൻ്റെ അളിയനും ബ്രദറൊക്കെ വന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോയി. ആ പൊക്കിക്കൊണ്ടുപോയി അവിടെ ഒരൊറ്റ മുറിയിൽ അളിയനൊരു റൂം എടുത്ത് തന്നു, ഒരു മാർജിൻ ഫ്രീയുടെ മുകളിൽ ഒരു കുടിസ് മുറി, 500 രൂപ വാടക. അവിടെ താമസം തുടങ്ങി. അപ്പം ജനപ്പെരിപ്പ് പോയി അവിടെ. കാരണം ഫാദറിനൊക്കെ സഹിക്കാൻ പറ്റാത്ത പ്രശ്നമില്ല. അങ്ങനെ 12 തന്നെ എല്ലാവരും കൂടി ഇങ്ങാടായി. ഇത് ഏകദേശം ഒരു ഇപ്പം 50 വയസ്സില്ല, ഒരു 25 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും ഭീകരമായ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ ആത്മഹത്യയുമായി 2 തവണയും കൂടി ആത്മഹത്യക്ക് ശ്രമം നടത്താനുള്ളത്. കാരണം 200-ന് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. ഇവർ ഡെയിലി വന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിൽ പട്ടിണി പാവങ്ങളും എല്ലാവരും ഉണ്ട്. അത് അവരുടെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ കുഴപ്പം തന്നെയാണ്. അങ്ങനെ ഭീകരമായ അവസ്ഥയിൽ പോയി ആത്മഹത്യന് വേണ്ടി അതിൻ്റെ കൂടെയൊക്കെ കടന്നു പോയി. ഇപ്പം മാഡം ചോദിച്ചതിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇത്രയും കഥ പറയണം, ബോറടിപ്പിക്കാനല്ല. അതെ, അങ്ങനെ പോയി ഞാൻ ഒറ്റയടിക്ക് പറയണം. ഇപ്പം മാഡം ചോദിച്ചില്ലേ എങ്ങനെ ഇതായെന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും അല്ലാണ്ടായി. കാരണം എറണാകുളം സിറ്റിയിൽ തിരിച്ച് വന്നിട്ട് പോലും വൈഫായിട്ട് വഴക്കിട്ട് വൈഫ് പോകും. കാരണം എനിക്ക് ഡിപ്രഷനാണ്, ഉറങ്ങൂല, 3 വർഷം ഉറങ്ങൂല, അങ്ങനെയായിരുന്നു. അവസാനം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവിധത്തിലും ഭീകര നെഗറ്റീവായി. ഞാൻ അങ്ങനെ വൈഫില്ലാണ്ട് പോകുമ്പോൾ ഒന്നുമില്ല കഴിക്കാൻ, അങ്ങനെ ജോലിക്കും പോകാനും പറ്റിയ മാനസികാവസ്ഥ. അപ്പോൾ വെറുതെ കല്ലൂർ സിറ്റിയിലോട്ട് ഇറങ്ങും. അന്നേരം അവിടെ ഇവിടെയൊക്കെ തേരാപ്പാരി നടക്കും. വിശക്കുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും 5 രൂപ വരും. അപ്പോൾ പ്രാന്തനായി, മുടി താടിയൊക്കെ നീട്ടി വളർത്തി. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ആൾക്കാരെ? ഇന്ന് അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണത്. അവരുടെ സാഹചര്യം അങ്ങനെ ആക്കി. ഇന്ന് ഭിക്ഷക്കാരനും ഏതൊരു മനുഷ്യനും, ഞാൻ പറയില്ല, ഇപ്പം മേഡത്തിൻ്റെ അടുത്തും സാറിൻ്റെ അടുത്തൊക്കെ ഇരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, ഒരു മനുഷ്യനോട് സംസാരിക്കാൻ യോഗ്യതയില്ല. അങ്ങനെ ഞാൻ വിചാരിക്കണം. കാരണം അല്ലേ, ബെന്നി ഔട്ടാണ് മാഡം. ഇത് ഇതൊരു മനുഷ്യന്റെ പല അവസ്ഥാന്തരങ്ങളെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുപോലെ ഉയർച്ചയും താഴ്ചയൊക്കെ. പക്ഷേ ശരിയാണ്. പക്ഷേ എൻ്റെ ഇവിടെ ഈ ഒരു മൈൻഡിലോട്ട് ആയിപ്പോയതെന്നറിയാമോ? ഞാൻ ഹൈ ഇമേജിൽ ജീവിച്ച ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു 5 രൂപ 10 രൂപ തരുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ബെന്നി എന്ന് പറഞ്ഞ ആൾ ഉണ്ടാ. ബെന്നി എന്ന് പറയണ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുണ്ട് അവിടെ? ഇല്ല, ആളില്ലാണ്ടായി. അപ്പം മേഡം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇത്തിരി കഥ പറഞ്ഞു. അതായത് അതിലേക്ക് എത്തിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ അവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? എൻ്റെ ബുദ്ധി കൊണ്ടുള്ള ജീവിതം എന്നെ റൈറ്റ് റൂട്ടിലോട്ട് എത്തിക്കൂലെന്ന് മനസ്സിലായി. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഈ ബുദ്ധിനെ എന്തിനുപയോഗിച്ച്? പവറിനെ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചു. കാരണം എന്നിലൊരു പവറുണ്ട്. ഈ പവർ ഇപ്പോൾ ഭയങ്കര നെഗറ്റീവാണ്. ഇത് പോസിറ്റീവിലോട്ട് എത്തണം. അതിന് എന്ത് പഠിച്ചാൽ പറ്റും എന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നെഗറ്റീവിനെ കുറിച്ച് പഠിച്ചാൽ പറ്റും എന്നുള്ള തോന്നൽ വന്നു. എല്ലാവരും പോസിറ്റീവിനെ കുറിച്ചല്ലേ പഠിക്കണം. എനിക്ക് ചിന്ത വന്നത് ഇങ്ങനെയാണ്, ഞാൻ അനുഭവിച്ച നെഗറ്റീവിനെ കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യണം. പിന്നെ തെറ്റ് പറ്റിയതെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പോയ എല്ലാ വഴികളും എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പോയ റൂട്ടിലെല്ലാം വന്ന എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഓരോ ചേഞ്ചും, ഞാൻ ആദ്യം ഒന്നുമില്ലായിരുന്നു വെച്ചപ്പോൾ പോസിറ്റീവായിരുന്നു. അങ്ങനെ നെഗറ്റീവ് എനർജി എന്താണെന്നും ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ്സ് ഒരു മനുഷ്യനെ ബാധിക്കുമെന്നും ചിന്തയിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, മറ്റുള്ളവർ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ അനുഭവം ഞാൻ പഠിക്കണം. ഞാൻ റിസർച്ച് ചെയ്തതല്ല എന്നെ തന്നെയാണ്. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു യൂണിവേഴ്സിലുള്ള എനർജി എന്നിലുണ്ട്. പക്ഷെ ഞാനത് യൂസ് ചെയ്യണത് അറിഞ്ഞോ അറിയാതെ തെറ്റായ സിസ്റ്റത്തിലാണ്. പ്ലാൻഡായിട്ട് ഇതിനെ കറക്റ്റ് ട്രാക്കിലാക്കാൻ പഠിച്ചാൽ, അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആയിത്തീരുകയായിരുന്നു. കാരണം ഞാനൊരു സോഷ്യൽ സർവീസാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിൽ അന്നേരമൊക്കെ സൈക്കോളജി, ഹിപ്നോട്ടിസം, അങ്ങനത്തെ മെത്തേഡാണ് കുറേ നാളുകളോളം പോയത്. പക്ഷേ ഒരു 7 വർഷം മുമ്പാണ് 100% ബെന്നി എന്ന് പറയുന്ന ആളെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സറണ്ടർ ആക്കണ അവസരമായിട്ട് എത്തിയത്. അതായത് നമ്മളൊരു എനർജിയാണ്. ഫിസിക്കൽ ബോഡി ആണെങ്കിൽ എല്ലാ മനുഷ്യരിലും ഈ എനർജി ഉണ്ട്. കഴിവുള്ളവനും കഴിവില്ലാത്തവനും കഷ്ടപ്പാടുള്ളവനും ഈ എനർജി ഉണ്ട്. ഈ പവറിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്താണെന്ന് പഠിക്കണം. നമ്മൾ കാണുന്ന ഫിസിക്കൽ ബോഡിയിലുള്ള അല്ല ഞാൻ, അതിനും മേലൊരു പവർ ഉണ്ടെന്നും ആ പവറിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സായിട്ട് അലൈൻമെൻറ്റായിട്ട് പോസിറ്റീവായിട്ട് അവനോൻ തന്നെ ആദ്യം ജീവിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യണതാണ് ശരിയായ ഒരു യൂണിവേഴ്സൽ പവറിൻ്റെ സിസ്റ്റത്തിൽ ജീവിക്കണ ലൈഫ് സ്റ്റൈലെന്ന് ഞാൻ മനസ്സിലാക്കണേ. എൻ്റെ ഒരു ഇതിൽ ഇന്ന് ഞാൻ മാഡം യൂണിവേഴ്സൽ പവർ ട്രെയിനർ എന്ന് പറയുമ്പോഴും എന്നേക്കാൾ പ്രഗത്ഭരായ, എന്നേക്കാൾ അറിവുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ പല ഇതും ചെയ്യണ നിരവധി ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എനിക്കതൊന്നും അങ്ങനത്തെ അറിവൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിൽ ഞാനായതാണ്. അതായത് ഈ ഇല്ലായ്മയിൽ നിന്ന് തെണ്ടിയ അവസ്ഥയിൽ ഒരാൾ പോലും എന്നെ വാക്കുകൊണ്ട് പോലും സപ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം അത്ര അഹങ്കാരിയായിരുന്നില്ല. അങ്ങനെ ആത്മഹത്യ ഇല്ലാണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ വന്നൊരു റൂട്ട്, ഞാൻ പറയല്ലേ, ആ റൂട്ട് യൂണിവേഴ്സിൻ്റെ സിസ്റ്റം തന്നെയാണെങ്കിലും അതിനെ ജഡ്ജ് ചെയ്തത് 7 വർഷം മുമ്പാണ്. ആ 7 വർഷം മുമ്പ് വരെ ഞാൻ വാടകയ്ക്കാൻ താമസിച്ച, ആ 7 വർഷം മുമ്പ് വരെ അതിന് മേലോട്ട് പോകുമ്പോൾ വരെ എനിക്ക് വലിയ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു.
ഇന്ന് ഞാൻ ഈ സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ എനിക്കുണ്ടായ ഡെവലപ്മെൻറ്റ് ഇത്രയും വലിയ ഇന്നത്തെ 3 കോടി രൂപ വാല്യുള്ള കടബാധ്യതയാണ് അന്ന് എനിക്കുണ്ടായത്. ആ കടബാധ്യതയെല്ലാം ഞാൻ വീടി. അതുപോലെ തന്നെ സ്വന്തം വീട് വെച്ച് എനിക്ക് ബിസിനസ് ഉണ്ട്. 60 മേലെ ജോലിക്കാരുണ്ട് ആ ബിസിനസ്സിൽ. ഹൗസ് കീപ്പിങ്ങിൻ്റെ ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് സിസ്റ്റം ഞാൻ പറയാം, സോഷ്യൽ സർവീസ് പോലെ ഞാൻ മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കലും കൗൺസിലിങ്ങും അങ്ങനെയുള്ള അതൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ. പിന്നെ സൈക്കോളജിക്കൽ ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇതൊന്നും ഒരു പ്രൊഫഷണൽ രീതിയിൽ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ആൾക്കാർക്ക് ആശ്വസിപ്പിക്കുന്ന ഒരു ചാരിറ്റി മൈൻഡിൽ തന്നെ പോയത്. പക്ഷേ അവിടെ നിന്ന് 7 വർഷം മുമ്പ് 100% എൻ്റെ ലൈഫിൽ ഞാൻ ജഡ്ജ് ചെയ്യണത് നമ്മളുടെ ബുദ്ധിനെ സറണ്ടർ ആക്കിയിട്ട് നമ്മളുടെ ഒരു പവറുണ്ട്. ആ പവർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫിസിക്കൽ ബോഡി, ചിന്ത, ഇമോഷൻ ഇതെല്ലാം സറണ്ടറാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ദിവസം കൊണ്ട് ആർജിക്കണതല്ല. അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് ആദ്യം ശരിയാക്കേണ്ട. ഇപ്പോൾ നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടി നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന നിരവധി പ്രാക്ടീസുകളുണ്ട്. ആ പ്രാക്ടീസൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ആ പ്രാക്ടീസ് മാത്രം ചെയ്തതുകൊണ്ട് ഡെവലപ്മെൻറ്റ്സ് വരില്ല. ഇപ്പോൾ യോഗ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അഫർമേഷൻ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ സക്സസ് ആണ്. ആ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരായിട്ട് ഇടപഴകി സംസാരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ വ്യക്തി പോലും അറിയാണ്ട് അവരുടെ ആ സിസ്റ്റത്തിൽ നമ്മൾ ഇൻവോൾവ് ആവും, അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻവോൾവ് ആവും. അത് നമ്മൾ അറിയില്ല. ആ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ ഈ വീട്ടിലിരുന്ന് ചെയ്തതിനെല്ലാം ഡൗൺ ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ബാലൻസായി പോകുന്നതല്ലാണ്ട് ലൈഫിലാണ് നമുക്ക് സക്സസ് വരേണ്ടത്. നമ്മളിന്ന് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഭക്ഷണം മേടിക്കാൻ പോകുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, നമ്മൾ വസ്ത്രം മേടിക്കാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഇതിന് ഓപ്പോസിറ്റ് ആൾക്കാരാണ്. അവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടേതായ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പെടും. നമ്മളറിയില്ല അതിനെക്കുറിച്ച്. അവരുടെ സംസാര രീതി, അവരുടെ ഇടപെടൽ രീതിയിലൊക്കെ നമ്മൾ പെടും. അവിടെ അത് ഇടപെടേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അറിവും നമുക്ക് അറിവെന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും പറയും അറിവല്ല മാറ്റം ഉണ്ടാക്കണം, എക്സ്പീരിയൻസാണ്. അല്ല, സാറ് പറയുന്നുണ്ടല്ലോ അപ്പം ആദ്യം ഞാൻ നെഗറ്റീവിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്ന്. അങ്ങനെ ശ്രമിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തെളിഞ്ഞത്? ഒന്ന്, എൻ്റെ ഇത്രയും വലിയ കടബാധ്യതയിൽ ഉള്ള ആളാണ് ഞാനെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആണെന്നുള്ള സത്യം മനസ്സിലാക്കി. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാനൊരു ദരിദ്രനായി. കാരണം ഇത് ഞാൻ പോലും അറിയണ്ടായി. അതെങ്ങനെയായി? നമ്മുടെ ബോധമനസ്സിലൂടെ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എന്ത് കാര്യം പ്രവേശിക്കുള്ളൂ. ബോധമനസ്സ് വിചാരിക്കണം, അല്ലെങ്കിൽ ബോധമനസ്സാണ് എൻട്രി സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറാനുള്ള. ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ 95% സബ് കോൺഷ്യസ് മൈൻഡും വെറും 5% മാത്രമേ കോൺഷ്യസ് മൈൻഡുള്ളൂ. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് കയറും. എങ്ങനെ കയറി? 200 മേലെ ആൾക്കാർ പൈസ കൊടുക്കാറുണ്ട്. ഈ എക്സ്പീരിയൻസ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഭവിക്കുന്ന എക്സ്പീരിയൻസാണ് കൂടുതൽ ഫയറുള്ളത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഇത് കയറി സ്ട്രോങ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എടുത്ത് കളയണം. അപ്പോൾ ഇത് കളയണമെങ്കിൽ ഇത് വന്ന റൂട്ടുകൾ എന്താണെന്ന് മനസ്സിലാകണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ലെങ്തായി പോകും. അതുകൊണ്ട് ഷോർട്ടാക്കി പറയാം. ഈ 200 മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടെന്നുള്ള സാധനം ഞാൻ എടുത്തു കളയാനുള്ള കുറേ ടിപ്സ് ഞാൻ ചെയ്തു. ഒറ്റ ദിവസം കൊണ്ടല്ല, അത് പല രീതിയിൽ. അതിപ്പോൾ കൊടുക്കാനുണ്ട്. പക്ഷേ ഈ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞ് ഇങ്ങനെ പറയും. ഇതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പം മാഡം ചോദിക്കുമ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഒരാളെ സ്ലോവിൽ ആർജിക്കണം, പെട്ടെന്നാകാൻ പറ്റില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളെ വിശ്വസിക്കരുത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളെ വിശ്വസിക്കരുത്. ചുറ്റുപാടും ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. എൻ്റെ കടബാധ്യത, ഞാൻ പൈസ കൊടുക്കാനുള്ള ആളാണ്, ഇത്രയും കടബാധ്യതയുള്ള ആളാണ്. ഇതിന് വിശ്വസിക്കരുത്. ഇത് സത്യമാണല്ല, ഇതിന് വിശ്വസിക്കരുത്. ഒരിക്കലും രോഗിയാണെന്ന് വിശ്വസിക്കരുത്. പക്ഷെ എന്തിനു വിശ്വസിക്കണം? ഇപ്പം രോഗി ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കുക. അതായത് ഈ അത് അനുഭവിക്കാത്ത അസത്യങ്ങൾ വിശ്വസിക്കുക. ഞാൻ മാഡം പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മാഡത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത് മാത്രം പറഞ്ഞാൽ അതിനേക്കാൾ തന്നെ 1 മണിക്കൂർ വേണം. അതായത് ഇന്ന് എനിക്ക് ഇത്രയും ജോലിക്കാരുള്ള സ്ഥാപനമുണ്ട്. അന്ന് ഞാൻ വിശ്വസിച്ചത് കുറേ ജോലിക്കാരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാകണം എനിക്ക്. അതാണ് എൻ്റെ മൈൻഡിൽ കൺവേർട്ട് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ വന്ന സമയമുണ്ടല്ലോ, അവർ പറഞ്ഞ അസഭ്യങ്ങളും മറ്റൊക്കെ. അപ്പം മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, കുറേ ജോലിക്കാരുള്ള സ്ഥാപനത്തിൻ്റെ ഓണറാകും എന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓണറാകും. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പ്രാക്ടീസ് പോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. അഫർമേഷൻ ഞാൻ ചെയ്തത് അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ കുത്തിരുന്ന് ചെയ്യണം, നല്ലതാണ്. ഉറപ്പായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ പബ്ലിക്കായിട്ട് ഇടപഴകുമ്പോഴും ഇത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പബ്ലിക്കിൻ്റെ എനർജി ഇതിനടിച്ച് കയറുമേലെ. കാരണം ഇവനെല്ലാം പവർഫുള്ളാണ്. ഈ മനുഷ്യരില്ലേ, അവരിതിനെ അറിയണില്ലെങ്കിലും ജീവനുള്ള എല്ലാ മനുഷ്യരും പവർഫുള്ളാണ്. ഇപ്പം വിൻസെൻ്റ് പീൽ എന്ന് പറഞ്ഞ ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഏതൊക്കെ രീതിയിലുള്ളത് പറഞ്ഞാലും ഇതൊരു എനർജിയാണ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ, കോസ്മിക് എനർജി, ഏത് എനർജി ഇതൊരു എനർജിയാണ്. വിൻസെൻ്റ് പീൽ പറയുന്നതാണ് ഒരു നഗരത്തിന് മുഴുവനും കത്തിച്ച് കളയാനുള്ള പവറാണ് ഒരു മനുഷ്യനിലുള്ളതെന്ന് പറയുന്നത്. അത് ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു കഴിവില്ലെന്ന് പറയുന്ന ആളുടെ പവറും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും.
ഇപ്പം വീട്ടിൽ കുത്തിരുന്നിട്ട് അഫർമേഷൻ പറയാം, എനിക്ക് ഇന്ന പോസിറ്റീവാണോ, അതാണ് ഇതാണ്, ഇങ്ങനെ പൈസ വേണം, ഇത് വേണം എന്ന് പറയുന്ന ആൾ, ആ ആൾ മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ പറയുന്ന അഫർമേഷൻ എന്താ? കുറ്റങ്ങൾ, കുറവുകൾ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പിന്നെ നാട്ടുകാർ പറയുന്ന സാധനങ്ങൾ, അതിന് മറുപടി. അപ്പോൾ ഒരു 6 മാസം ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഈ വീട്ടിൽ നിന്ന് പറയുന്ന 10-15 അല്ലെങ്കിൽ അരമണിക്കൂറായിരിക്കും. അതിനും മേലെ സമയം അഫർമേഷൻ നെഗറ്റീവാണ് പറയണം. അതിനെക്കുറിച്ച് അറിയില്ല. നെഗറ്റീവ് അഫർമേഷൻസ് നമ്മുടെ ലൈഫിൽ പോകുന്നുണ്ട്. നമ്മൾ ബോധപൂർവം പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ എന്നാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വീണ്ടും ഇത് തന്നെ കിടക്കുകയാണ്. അതെ, അപ്പോൾ അതറിയാതെ പുറത്ത് വരുന്നു പല സമയങ്ങളിൽ. അതെ. ഇതെന്താന്ന് പറഞ്ഞാൽ ഞാനതാ പറഞ്ഞ, നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്താലും എതിരെ വരുന്നവർ മോശമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിഡന്റ് പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും എതിരെ വരുന്ന ആളിൽ നിന്ന് ആക്സിഡന്റ് ഉണ്ടാകാന്നുള്ള ഒരു മുൻകരുതൽ നമുക്ക് ഉണ്ടാവണം. ആ ചിന്തയല്ല, അതിനാണ് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പറയില്ലേ, അലേർട്ടായിരിക്കണം, 4 കണ്ണും കൈമാണ് ഡ്രൈവിംഗ്. അതുപോലെ തന്നെ ലൈഫിൽ വേണം. കാരണം നമ്മൾ ഇടപെടുന്ന ആൾക്കാരിൽ ഇത് വരാം. അപ്പോൾ അതൊന്നും നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ കയറാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരില്ലേ, അപ്പോൾ നമ്മൾ പറയില്ല ഡയറ്റ് എടുക്കണമെന്ന് പറയുന്ന പോലെ മനസ്സിൻ്റെ തെറ്റായ കുറേ ശൈലിയിലാണ് നമ്മൾ ജീവിക്കണം. ആ ശൈലിയിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നിട്ട് നിരവധിയായ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ്, മെഡിറ്റേഷൻ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, യോഗ, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് ലൈഫ് സ്റ്റൈലിൽ ഓപ്പോസിറ്റ് നമ്മൾ അറിയാണ്ട് ചെയ്യണേ. അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ പബ്ലിക്കും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യണം. മറ്റത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ പവർ എന്തിനായിരിക്കും? പബ്ലിക്കായിട്ട് അസോസിയേറ്റ് ചെയ്യണേ. അപ്പോൾ പബ്ലിക്കായിട്ട് അസോസിയേറ്റ് ചെയ്യണ പവറിന് കരുത്ത് കൊള്ളായതുകൊണ്ട് അത് കയറി ഹെഡ് ചെയ്യും. അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റം വരുന്നില്ല. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ എൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാർ ചോദിച്ചിട്ടുള്ള സാറേ ഇന്നപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, നാളെ തൊട്ട് എന്താണ് പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടത് ചോദിക്കും. നമ്മളൊരു 10 ക്ലാസ് വരെ ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ല. അല്ല നമുക്ക് ഹോംവർക്ക് അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇത്രയും കാലം ഇങ്ങനത്തെ കുറേ പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസ് എന്നല്ലേ പറയണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ചേഞ്ച് ഉണ്ടായില്ല? അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കുറേ കാര്യങ്ങൾ ബോധ്യം വരണം. ബോധ്യമില്ലാണ്ട് നമ്മൾ കാളെ വരുമെന്ന് പറയുമ്പോൾ തന്നെ കയറെടുക്കണം, പോലെ കുറേ പ്രാക്ടീസ് ചെയ്താലൊന്നും ഇതൊന്നും പിടിച്ചു കിട്ടില്ല. കാരണം ബോധ്യം എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഒരു കുഞ്ഞിനോട് ഇപ്പോൾ മാഡം പറയണം മോനെ അത് തീയാണ് തുടരുത് പൊള്ളും എന്ന് പറഞ്ഞാൽ അതൊരു അറിവാണ് ഇല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ആ കുഞ്ഞ് കയറിയിട്ട് ആ തീനെ തൊട്ട് അപ്പോൾ കൈ പൊള്ളി, അതെന്തായി? അനുഭവം. മാഡം പിന്നെ ഒരിക്കലും പറയണ്ട തുടരുന്നു, അവൻ തൊടൂല്ല. ചിലർ അനുഭവിച്ചേ പഠിക്കൂ എന്ന് പറയുന്ന പോലെ. അതെ, ഉപദേശിച്ചാലും അവസാനം അത് തന്നെ അനുഭവം. അത് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ മാഡം ചോദിച്ച പോലെ ഞാൻ അങ്ങനെ നെഗറ്റീവിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അങ്ങനെ ആ നെഗറ്റീവിനെ അതിനെക്കുറിച്ച് പഠിക്കാം. പോസിറ്റീവായിട്ട് ജീവിക്കണമെങ്കിൽ നെഗറ്റീവിനെ കുറിച്ച് പഠിക്കാം. അതായത് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ശത്രുരാജ്യത്തെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അതുപോലെ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ. അപ്പോൾ ആ നെഗറ്റീവ് എനർജീവിൻ്റെ സോഴ്സുകൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതമാവുന്ന യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളൊരു മൈൻഡ് വരുന്നു. ആ ട്രാക്കിലാണ് ഈ മനുഷ്യരിലെല്ലാം പവർ ഉണ്ടെന്നും ഈ പവറിനെല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ലൈഫ്. ആ ലൈഫ് സ്റ്റൈലിൽ വരുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കഴിവ്, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ അധ്വാനിച്ചത്, ഇതൊന്നുമില്ല. കാരണം എന്താ പറയുക, 3 തവണ ആത്മഹത്യ ചെയ്യാൻ പോയ ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കണതിന് അധികം. അതിനപ്പുറത്തേക്ക് എനിക്കൊരു മഹാത്മ്യവും ഇല്ല. ഒരു ഇതുണ്ട്, അത് നിനക്കെന്ത് മഹാത്മ്യമാണ് ഉള്ളത്? എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു എന്ന് എനിക്ക് എന്നോട് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്കിനി ഒന്നും പറയാനില്ല. ഇന്നിപ്പോൾ കാണുമ്പോൾ വെൽ ഡ്രസ്സാണ്, ഇതാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ യോഗ്യത ഇല്ലാണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കൃപ. അപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയാൽ എനിക്ക് എന്ത് മേന്മ ഭാവിക്കാനുണ്ട്? അപ്പോൾ എൻ്റെ സംസാരമാണെങ്കിലും എൻ്റെ പേരാണെങ്കിലും അല്ലെങ്കിൽ ഞാനീ പറയുമ്പോൾ ഞാൻ ശീലിച്ചു പോയ കുറേ വേർഡുകളാണ് ഞാൻ എന്നുള്ള വേർഡും എൻ്റെ എന്നും ഞാൻ ചെയ്തത്. സാറ് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്ടർ ഷൈൻ ടോം ചാക്കോ പറയുന്ന വലിയൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് നമ്മൾ ജനിക്കുന്നതെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, മരിക്കുന്നതെന്നും തീരുമാനിക്കാൻ പറ്റില്ല, നമ്മുടെ അച്ഛനും അമ്മയും ആരാവണം നമ്മൾ തീരുമാനിക്കുന്നില്ല, നമ്മുടെ സഹോദരങ്ങൾ ആരാവണം തീരുമാനിക്കുന്നില്ല അല്ലേ? നമ്മളപ്പം ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇതിനിടയ്ക്കുള്ളൊരു ജീവിതം മാത്രമല്ല, ആ ഒരു കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തിനാ അഹങ്കരിക്കണം? ഇതൊന്നും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ആരെയും തീരുമാനിക്കാൻ പറ്റാത്തൊരു ലോകത്ത് നമ്മൾ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. മാഡം പറഞ്ഞ പോലെ ഞാനതെൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത്.